ഇതെന്തോടി എപ്പോ നോക്കിയാലും ഈ ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുന്നേ? എന്താ യാക്കം വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല. അത് ഫ്രിഡ്ജ് കേടായി. ഫ്രീസറിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമായി, ഇപ്പൊ അതുകൊണ്ട് കഴിച്ചതാ. ഫ്രിഡ്ജ് കേടായെന്നോ? എപ്പോ? അറിഞ്ഞിട്ടല്ലേ? ഇല്ല. നമ്മുടെ AC പോയി കിട്ടി. എനിക്കെവിടെ AC? ഓർമ്മയില്ലല്ലേ? ഫ്രിഡ്ജ് തുറന്നു വെച്ചാന്ന് കിടന്ന് ഉറങ്ങില്ലേ, തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട്. അപ്പഴാ ഞാൻ പറഞ്ഞത് കേടാവും, വേണ്ട വേണ്ടാന്ന്. അതെങ്ങനെയാ? ഇവിടെയുള്ള എല്ലാത്തിനും തകരാറ്. അത് നീ എന്നെ കുത്തിയല്ലയോ പറഞ്ഞേ? എന്റെ പൊന്നേ, ഇവരുടെ ഉപകരണങ്ങളെല്ലാം കേടാന്നാ ഞാൻ പറഞ്ഞത്. എങ്ങനെ കേടാവാതിരിക്കും? ജാമ്പുവാന്റെ കാലത്തുള്ളതല്ലേ. പുതിയത് വാങ്ങിക്കാൻ എന്റെ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരൂ. എന്റെ വീട്ടുകാരെ പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇരുന്ന് മുഴുപ്പിന് ടിവിയും കാണും, അതും കേടായി. അയ്യോ നേരെ ഇന്നലെ ഞാൻ TV വെച്ചപ്പോഴേ പാട്ട് മാത്രമേ വരുന്നുള്ളൂ, സിനിമ ഇല്ല. ഇല്ല. കേടാ. പാവം എന്റെ അമ്മ, വയസ്സുകാലത്തുള്ള ആകെ ഒരു നേരം പോക്കാ TV, അതും കേടായി. അമ്മേ, നമുക്കിതൊക്കെ അങ്ങ് മാറ്റി മേടിച്ചാലോ? നിനക്ക് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും സ്നേഹം കാണിക്കത്തില്ല. അമ്മയുടെ മനസ്സ് ഈ ഐസ്ക്രീം പോലെ പെട്ടെന്ന് അങ്ങ് ഉരുകും. ഇതുപോലെ ഒരൊറ്റ കടി വെച്ച് തന്നാലുണ്ടല്ലോ എനിക്ക് അമ്മ അർജുനേട്ടനോട് പറ ഇതൊക്കെ ഒന്ന് മാറ്റി മേടിക്കാൻ. എന്താ ഈ ഉപകരണങ്ങളൊക്കെ? ഞാൻ പറഞ്ഞാൽ കേക്കത്തില്ല, അമ്മ പറഞ്ഞാലേ കേക്കത്തുള്ളൂ. ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ, എനിക്കത് മതി, ഞാൻ പറയാം. ആ മല്ലികയുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഏറ്റവും പുതിയ തരത്തിലുള്ള സാധനങ്ങളാണ് മേടിച്ചിട്ടേക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കൃഷ്ണൻ വക്കീലിന്റെ ഭാര്യ താമസിക്കുന്ന വീടല്ലേ ഇത്, അതിന്റേതായ അന്തസ് നമുക്ക് വേണ്ടേ? അത് വേണം. അമ്മ ഒന്ന് അർജുനേട്ടനോട് പറ. ഞാൻ പറയട്ടെ? എടാ അർജുന, അർജുനേട്ടാ അമ്മ വിളിക്കുന്നു. ഞങ്ങള് അർജുനേട്ടനല്ലേ വിളിച്ചേ? എന്തിനാ നിങ്ങള് വന്നേ? നിങ്ങള് പറയുന്നതൊക്കെ ഞങ്ങളും കേട്ടു. എന്താ കേട്ടു? നിങ്ങൾ പഴയതെല്ലാം മാറി മേടിക്കാൻ പോവല്ലേ? അതെ. എനിക്ക് മാറണം, ഒരു പുതിയ ലാപ്ടോപ്പ് എനിക്ക് മാറി മേടിക്കണം. ബെസ്റ്റ്. ലാപ്ടോപ്പ് കിട്ടാൻ തന്നെ കുറവേ ഉള്ളൂ, സൗകര്യമില്ല ഇപ്പം. അല്ല പിന്നെ അല്ല, അവന് പുതിയ കണ്ണട മാറി മേടിച്ചല്ലോ. അത് അവന് കണ്ണു കാണാൻ മേലാതെ അവന്റെ ക്ലാസ് മാറി പോയില്ലേ? നിന്റെ ലാപ്ടോപ്പിന് എന്താ കുഴപ്പം? അല്ല, എനിക്ക് ഒരെണ്ണം വേണം. കാര്യം പറ, അതിപ്പോ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമല്ലോ. അത് നിങ്ങളുടെ കാര്യം മാത്രം നടത്താനാണ് പ്ലാൻ എങ്കിൽ ഞാൻ പാര വെക്കും. ഞാനും മര വെക്കും. അതെന്തിനാ നീ വാര വെക്കുന്നത്? ചുമ്മാ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. ഇങ്ങോട്ട് വരാ പാര. പറഞ്ഞ പോലെ ചെയ്യുന്ന ഇനങ്ങളാ. തൽക്കാലം സമ്മതിക്കാൻ തോന്നുന്നു. അതെ, എന്തായാലും ശരി തന്നെ. നിങ്ങളുടെ നിവേദനവും സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് ലാപ്ടോപ്പ് മതിയല്ലോ, വാങ്ങിച്ചു തരാം. പോയിരുന്നു ഇപ്പൊ പഠിക്കാം. ശരി, നീ പോടാ. നീ ഇവിടെ കാണിച്ചു? എന്താ കാണിച്ചേ? എന്താ അമ്മ വിളിച്ചേ? വിളിച്ചോന്നോ? ഇങ്ങോട്ടെന്താ അവിടെ ഒന്നിരുന്നേ, കാര്യം പറയട്ടെ. കാല് മാറ്റടി. അല്ല, കാല് മാറ്റി ഇരിക്കായിരുന്നു പറയായിരുന്നു. അല്ല, എന്താ താമസിച്ചേ? എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? അതെ, ഞാനും അതാ ചോദിക്കുന്നത്, എന്താ ഇത്ര താമസം? അല്ല, ഞാൻ ഈ പാന്റ് ഇടുകയായിരുന്നു. പാന്റ് ഇടാ എന്തിടാ? നിനക്ക് 4 കാലുണ്ടോ ഒരു വലിച്ചു കയറ്റിയിട്ടാ ഇത്ര താമസം? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഇങ്ങനെ ഉളക്കം ഇരിക്കുക പോലെ ഇരുന്നോളും. കാര്യം പറയട്ടെ. ഡാ, നമ്മുടെ ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചീത്തയാ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വാങ്ങിക്കണം. നിങ്ങൾ ഉൾപ്പെടെ മാറ്റണം. എന്താ പറഞ്ഞ? തമാശ അധികം തമാശക്കല്ലേ ഞങ്ങള്? എടാ, ഇവിടുത്തെ ഫ്രിഡ്ജ് കേട്, TV കേട്, ഗ്യാസ് സ്റ്റവ് കേട്, പിന്നെ ആ കൊച്ചിന്റെ ലാപ്ടോപ്പ് കേട്, ഇതെല്ലാം ഒന്ന് മാറ്റി വാങ്ങിക്കണം. ഇപ്പോഴാണെങ്കിലേ നല്ല എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, കാശ്. എടാ, ലോൺ കിട്ടത്തില്ലയോ? നീ നല്ലൊരു ജോലിക്കാരനല്ലേ? ലോൺ നീ ആ മല്ലികയുടെ ഭർത്താവിനെ കണ്ടൊന്ന് പഠിച്ചേ. 2 മാസമായിട്ട് ജോലി കിട്ടിയിട്ടില്ലയോ? എല്ലാം മൊത്തം സാധനങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്നു. നീ ഒരു വായി നോക്കി എത്ര നാളുകൊണ്ട് പണിയെടുക്കുന്നടാ? നേരത്തെ ലോൺ തരത്തില്ലയോ ഒരു ചോദിച്ചാല്? ഇല്ലയോ? ഇല്ലെന്നോ ഉണ്ടെന്നോ? നീ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. കിട്ടൂല. കിട്ടും. അതെ, എന്തായാലും ഈ സാധനങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ ഈ ഫോണും കൂടെ ഒന്ന് മാറ്റി മേടിക്കണം. അതിപ്പോ എന്താ തന്നെ മാറ്റുന്നത്? ഇതുവരെ നീ അത് പറഞ്ഞില്ലല്ലോ. എന്റെ ഈ ഫോണിൽ ക്യാമറ ഇല്ല. ക്യാമറ ഇല്ലാതെ ഫോൺ ഓടത്തില്ലയോ? അമ്മ ഇപ്പൊ ക്യാമറയുടെ ഒന്നും ആവശ്യമില്ല. അല്ല, ക്യാമറ ഇല്ലാത്ത ഫോൺ ഇപ്പൊ കൈ വെക്കുന്ന നാണക്കേടാ. എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉള്ള ഫോണാ. എന്തൊരു കഷ്ടമാണെന്ന്. വേണ്ട, ഈ ഫോൺ മാറ്റണ്ട. നീ ഫോൺ മാറ്റണ്ട, ബാക്കിയുള്ളവർക്ക് മാറ്റണം. വേണ്ട, എന്റെ മോനോട് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കാം. ഇന്നെന്റെ ഫോൺ മാത്രം മാറ്റണ്ട, ബാക്കിയെല്ലാം മാറ്റണ്ട. അല്ല, എനിക്ക് ഫോൺ വേണം. എനിക്ക് ക്യാമറ ഉള്ള ഫോൺ വേണം. ഫോൺ മേടിക്കാമെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയാൽ മതി. അത് ഞാനോ തീരുമാനിക്കുന്നത്? എന്റെ വീട്ടിൽ പോയി പറയടി ഫോൺ മാറ്റാൻ. ഞാൻ വീണ്ടും പറയുന്നത് എന്റെ വീട്ടുകാരെ പറയരുത്. എന്റെ മനസ്സിൽ അപ്പോഴേ തോന്നിയതാ നിന്റെ ഈ ഫോൺ മാറ്റാൻ വേണ്ടിട്ടാ നീ ഇതൊക്കെ മാറ്റണമെന്ന് പറയുന്നത്. ഓ, എന്തൊരു സൂത്രം എന്റെ അമ്മച്ചിയേ. ഞാനൊരു പൊട്ടിക്കാളി, അതൊക്കെ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. എടാ,
നിനക്ക് അങ്ങോട്ട് പോണോന്ന് പറഞ്ഞില്ലയോ? 4 കാലം പാൻറ് ഇട്ടുകൊണ്ട് നീ കുറെ നേരം എല്ലാം നിൽക്കുന്നു. പോ ചെല്ലി. ഇവിടെ ഇരുന്നാലേ നിനക്ക് ഉള്ള സ്വസ്ഥതയും കൊണ്ടില്ലാതാവും. വയ്ക്കോ. എനിക്ക് ഈ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ കവിതാരചന മത്സരമുണ്ട്, എനിക്കത് പങ്കെടുക്കണം. ഭഗവാനെ, കഴിഞ്ഞ പ്രാവശ്യത്തെ വാട്ടർ ബില്ല് കൂടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അവർക്കൊരു പണി കൊടുക്കണം. കൊള്ളാം. അതെ. എടാ മോനെ, നീ വേഗം പോയിട്ട് വാ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിനക്ക് ഈ സമ്മാനം കിട്ടാതെ പോട്ടേന്ന്. എടാ, നമ്മുടെ വെള്ളം കൂടി മുട്ടുമില്ലെങ്കിൽ അർജുനേട്ടാ, നമുക്ക് ഇതിന്റെ വാശി തീർക്കണം. ഞാൻ അവിടെ പോയി കവിതയല്ല. അയ്യോ, കവിത ചെല്ലാനല്ല, നമുക്ക് പുതിയ ഫോൺ മേടിക്കണം. ക്യാമറയുള്ള ഫോണേ മേടിക്കത്തില്ല. മേടിക്കത്തില്ല. ഞാനാ പറയുന്നത് മേടിക്കത്തില്ല. ഫോൺ മേടിച്ചു തരുമോ? പോയി ഫോൺ ഇതെടുത്ത് വല്ല ചുണ്ണാമ്പ് ഇട്ടു പോയി നിനക്ക് വേണ്ടെങ്കിൽ. അയ്യോ, ഇത് ആട്ടക്കാരിയുടെ ഫോണാണല്ലോ. ഇനി വല്ല ചിപ്പ് കിട്ടുമോ എന്തോ. എന്തായാലും എടുത്തു നോക്കാം. ഹലോ. അല്ല, ഞാനേ മോഹനവല്ലിയുടെ അമ്മായിയമ്മയാ. എല്ലാരും പറയാറുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ ആയിരിക്കുന്നു. എന്താ വിശേഷം? അയ്യോ, അവളിവിടെ ഇല്ല, ആശുപത്രിയിലോട്ടൊന്ന് പോയിരിക്കുക. അയ്യോ, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം വലിയ കുറേ നേരം അത് പറയണം. എന്നാലും പറഞ്ഞേക്കാം ഞാൻ. പാവം കുഞ്ഞ് വല്ലാതെ ക്ഷീണിച്ച് പേടിച്ചോടി പോയിരിക്കുക. കാര്യം എന്താണെന്നോ, ഇന്നലെ ഞങ്ങൾ ഒരിച്ചിരി ചിക്കൻ മേടിച്ചു ഇവിടെ. അത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചധികം വന്നു. പാവം കുഞ്ഞ് അത് വേസ്റ്റാക്കി കളയണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് ചോറിനകത്തോട്ട് അത് വിട്ട് ഉരുട്ടി അങ്ങ് വിഴുങ്ങി. അങ്ങനെ വെപ്രാളമൊന്നുമുള്ള കൂട്ടത്തിലല്ല, അങ്ങനൊന്നും അല്ല. പാത്രമൊക്കെ കഴുകി വെച്ച് അകത്ത് പോകാമല്ലോ എന്നും വെച്ച് ഇതങ്ങോട്ട് വായിലിട്ടത്. അതിനകത്തൊരു എല്ലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അത് വയറ്റി പോയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നേരം വെളുത്തപ്പോൾ ഇങ്ങനെ കിടന്ന് കിടന്ന് വയറ് വേദനിച്ചിട്ടേ. അതെ, അപ്പം തന്നെ പാവത്തിന് ആശുപത്രി കൊണ്ട് മിണ്ടാൻ പോലും വയ്യായിരുന്നു. അയ്യോ, ഇപ്പം പറയുന്നു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്. എന്തോ ചെയ്യാനാ. ഞാൻ പറയാം സുമലത വിളിച്ചെന്ന് ഞാൻ പറയാം. വേണ്ട സുമലത, ഇപ്പം ആശുപത്രിയിലോട്ടൊന്നും പോകണമെന്നില്ല. ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു 3-4 ദിവസമല്ലേ അവിടെ കിടക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കൊണ്ടുവരത്തില്ലയോ? അയ്യോ, ഇവള് ഈ ഫോൺ കൊണ്ടുപോയില്ല. എന്താ അറിയാമോ, ഇത് കൊണ്ടു നടക്കാൻ നാണക്കേടാ പോലും. അത് ആകെപ്പാടെ തല്ലിപ്പൊളി ഒരു ഫോണായി. അതുകൊണ്ടാണ് അതിന് കൊണ്ടുപോകാൻ വിഷമമായിട്ട് ഇവിടെ വെച്ചേച്ച് പോയതാ. ഞാൻ പറയാം. ഓ ശരി. അല്ല, സുമലത വിളിച്ചിരുന്നു, നിന്റെ കൂട്ടുകാരി. ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചത്തുപോയെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതിന് ഇത്രമാത്രം കുത്തി ഉയർന്നു നിൽക്കാൻ ഇവിടെ ഇപ്പൊ എന്തോ ഉണ്ടായേ? ലോകം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ലമ്മേ, കാണിച്ചു തരാം ഞാൻ. എന്നാ ചിക്കൻ മേടിച്ച്? ചിക്കനോ? ചിക്കൻ, കോഴിയിറച്ചി. അല്ല, ചിക്കന്റെ എല്ല് വരെ പോയിട്ടാണല്ലോ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നേ. ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞോ? ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അയ്യോ, മമ്മി അറിഞ്ഞോ? ഡാഡിക്കാ കവിതാരചനയിൽ 1ാം സമ്മാനം. ചതിച്ചല്ലോ അമ്മേ. എന്നിട്ട് എന്തി അവൻ? വരാന്തയിൽ ഇരുന്ന് ആനന്ദക്കണ്ണീർ പൊഴിക്കുന്നുണ്ട്. സമ്മാനം കിട്ടിയതിന്റെ ഷോക്കാണെന്ന് തോന്നുന്നു. അയ്യോ, നമുക്കൊന്ന് നോക്കാം. എന്താ ഡാഡി? കൂളോ, റിലാക്സ്. എന്താ മക്കളെ, എങ്ങനെ സംഭവിച്ചു ഇത്? എന്താ അർജുനേട്ടാ? ക്ലിയർ ആയില്ല. സന്തോഷ് ട്രോഫിയാ? സന്തോഷ് ട്രോഫി? സന്തോഷ് ആനന്ദക്കണ്ണീർ. അത്രേ ഉള്ളോ? അതിനാണോ കരയുന്നേ? വെള്ളം എടുത്തോണ്ട് കൊറ. അവന് ട്രോഫി കിട്ടി എന്റെ കരച്ചിലും കൊണ്ടിരിക്കും. ഇന്ന് മേടിക്കടാ അതങ്ങ്. കയ്യിലിരുന്ന ഇനിയും കരയും. മോനെ കവിത എഴുതുന്നും പറഞ്ഞ് ഈ അമ്മ മോനെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. നീ എല്ലാം അങ്ങ് ക്ഷമിക്കും മക്കളെ. നാളെ മുതൽ അച്ഛൻ അറിയപ്പെടുന്നത് മഹാകവി അർജുനന്റെ അമ്മ എന്ന പേരിലായിരിക്കും. എനിക്ക് വയ്യുണ്ട് ദൈവമേ. അയ്യോ മല്ലിക, നീ ഇതെന്താ ഓടിക്കച്ചോണ്ട് വരുന്നേ?
നിന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലയോ? അർജുനേട്ടൻ 1ാം സമ്മാനം കിട്ടിയത് അറിഞ്ഞിട്ടേ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതല്ല ഞാന്. കൺഗ്രാറ്റുലേഷൻ അർജുനേട്ടാ. താങ്ക്സ്. അല്ല നിനക്ക് എങ്ങനെ എത്ര വേഗം അറിവ് കിട്ടി? ടി വി വന്നോ? ഇല്ലമ്മേ, പിന്നെ അർജുനനെ വിളിച്ചു പറഞ്ഞു. നിനക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ച് പറയാൻ വയ്യായിരുന്നോ? നിന്നെപ്പോലുള്ള ആരാധികമാരാ എന്നെപ്പോലുള്ള എഴുത്തുകാരുടെ ഊർജം. അതെ അതെ, കാണാമറയത്തെ നീർക്കോളികൾ. അല്ല ഡാഡി, ഈ പഴയ കവിതാ പുസ്തകത്തിൽ നോക്കി കോപ്പി അടിക്കുന്നതല്ലേ ഡാഡിയുടെ ഊർജം? ഒരു കലാകാരനെ ഇങ്ങനെ പുച്ഛിക്കരുതടാ. സമ്മാനം കിട്ടിയപ്പോ ഞാൻ എന്താ പറഞ്ഞതെന്നറിയാവോ? എന്റെ വിജയത്തിന്റെ പുറകില് എന്റെ അമ്മയും എന്റെ ഭാര്യയാണെന്നാ. പിന്നെ എന്റെ കവിതകൾ വായിക്കാറുള്ള ഞാനും അല്ലേ അർജുനേട്ടാ? അതെ. താങ്ക് യു അർജുനേട്ടാ. ആ സമ്മാനം കിട്ടിയ കവിത ഇപ്പൊ ഒന്ന് പാടുവോ? നീ എന്തോ ചെയ്യാൻ പോവാ? പോയി കുളിച്ച് ഭക്ഷണം കഴിക്കടാ. ഇല്ല, ഞാൻ പോകുന്നില്ല. പോകുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ സമ്മാനം ഒന്ന് എല്ലാരെയും ഒന്ന് കാണിക്കാം. അത് നിനക്കുള്ളതാ. എന്താ എനിക്ക് വേണ്ട? സമ്മാനം കിട്ടിയപ്പോഴേ ആദ്യം അവളല്ലേ വിളിച്ചു പറഞ്ഞത്. അവൾക്ക് കൊടുത്തരാം, കൊണ്ട് അത് പറ്റത്തില്ല, ഇത് നിനക്ക് തന്നെ ഉള്ളതാ. എനിക്ക് വേണ്ട. ദാണ്ട നോക്ക. ആണല്ലേ? ഐഫോൺ അല്ല മമ്മി, ഐഫോൺ. ഐഫോൺ അല്ലടി, ഇത് 3G ഫോൺ. അയ്യോ, ഈ കാണിച്ചെടുത്തിട്ടാ എന്റെ അമ്മയ്ക്ക് ഇതിന്റെ ഉപയോഗം അറിയാൻ വരഞ്ഞിട്ടാ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് ഇതിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ അമ്മയ്ക്ക് നമുക്ക് എന്താവശ്യം അമ്മയ്ക്ക് എന്താവശ്യം എന്ന് വെച്ചാൽ അത് ഇതിൽ വരും. ഇപ്പൊ കറി ഉണ്ടാക്കണോ, ചില്ലി ചിക്കൻ ഉണ്ടാക്കണോ, ഹൗ ടു മേക്ക് ചില്ലി ചിക്കൻ, ഇപ്പൊ ഉണ്ടാക്കും. മീൻകറി ഉണ്ടാക്കും. എത്ര വിവിധ തരം മീൻകറി ഇതിനകത്തോ? ആ ഇതിനകത്ത് മീൻ പിന്നെ ഇതൊക്കെ നോക്കിട്ടില്ല ആൾക്കാർ മീൻകറി ഉണ്ടാക്കുന്നേ. അത് തന്നെ, പിന്നല്ലാതെ ഇതിനകത്ത് എങ്ങനെയാ മീൻകറി ഉണ്ടാക്കുന്നേ? മല്ലികെ, വീട്ടിൽ പണിയൊന്നുമില്ലേ? പോയി വീട്ടിൽ പോയി ഞങ്ങളുടെ കുടുംബകാര്യം ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. പിന്നെ ഒരു സമ്മാനം കിട്ടിയപ്പോ ഇത്രയും ചാട. ദൈവമേ, ഇനി ഇത് കൂടുതൽ കിട്ടി എന്തോ ആയിരിക്കും. എനിക്ക് വേറെ പണിയാണ്, ഞാൻ പോവാ. അതാ പറഞ്ഞ വീട്ടിലോട്ട് പോവാൻ. പോവാ. അതിനേട്ടാ ഞാൻ പറയാം. എന്തൊക്കെയായാലും വേണ്ടില്ല, ഞാൻ ഇതിലെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കളിക്കാൻ പോവാ. ഗൂഗിൾ എന്ന് പറയുന്നതിനകത്ത്. അർജുന, അമ്മ വിഷമിക്കണ്ട, എനിക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടട്ടെ. ആ കാശ് മുഴുക്കെ ഞാൻ അമ്മയ്ക്ക്. എനിക്ക് ജ്ഞാനപീഠം കിട്ടാൻ പോകുന്നില്ല. അമ്മക്ക് ഇതിനകത്തെല്ലാം പഠിക്കണമെങ്കിൽ എന്റെ കൂടെ വാ, അല്ലാതെ ഞാനിവിടെ നോക്കിയിരിക്കല്ലേ. ഭയങ്കര തിരക്കാന്ന് എനിക്കിപ്പം. പണിയൊന്നുമല്ല, 3G വിളിക്കുന്നതിന്റെ ഭയങ്കര തിരക്കല്ലേ. അതെ, ഞാനപ്പോ പിന്നെ വിളിക്കാം. നിന്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. ശരി ശരി ശരി. എടി ചോറ് കറി വെക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് തള്ള പരിപാടി. എന്റെ അമ്മ പറയുന്നത് ഞാൻ പല പ്രാവശ്യം. എന്നാ പിന്നെ നീ കണ്ടക്കളിലോട്ട് പാടി. ഹലോ പുരുഷോത്തമാ. നിന്റെ മൂക്കിന് എന്ത് പറ്റിയടാ? മൂക്കിന്റെ പാല ഒടിഞ്ഞു. കഴിഞ്ഞ മാസം നിന്റെ കൈ ഒടിഞ്ഞത്. നിന്റെ തല്ലുകൊളിത്തരം നിർത്തിയിട്ടില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. ഞാനേ പിന്നെ വിളിക്കാം. അമ്മയ്ക്ക് ഇവിടെ ചെറിയ എന്തൊരു സംശയം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ വിളിക്കാം, ഉറപ്പായിട്ടും വിളിക്കാം. ഓക്കേടാ, ഓക്കെ. എന്നിട്ട് അടുക്കള വന്നിട്ട് എനിക്ക് സംശയമൊന്നുമില്ല. അടുക്കളയിലോട്ട് വന്നു വല്ല ഉണ്ടാക്കിയാലേ ഇന്ന് ഉച്ച തിന്നാനൊക്കെ തള്ളൂ. ഒരു മിനിറ്റ്. ഈ 3G കോളും കൂടെ ഞാൻ അറ്റൻഡ് ചെയ്തോട്ടെ. ബാലഭാസ്കർ, എന്തൊക്കെയാ വിശേഷം? നീ എന്നാടാ വിഗ് വെച്ചിരിക്കുന്നോ? നിന്റെ കഷണ്ടിയൊക്കെ അവിടെ പോയി. കാറ്റത്ത് പറന്നു പോകാതെ നോക്കണേ. ഇത് ഞാൻ തടിച്ച് സുന്ദരിയായിരുന്നു. താങ്ക്സ്. ഞാൻ നേരത്തെ സുന്ദരിയായിരുന്നു. ഈ ഫോൺ കിട്ടിയോണ്ടാ നമുക്ക് പരസ്പരം കണ്ട് സംസാരിക്കാൻ പറ്റുന്നേ. ഇതേ എന്റെ അർജുനോട്ട് വലിയ കവിയല്ലേ. ഇന്നാളൊരു കവിതാരചനാ മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയതാ ഈ 3G ഫോൺ. എന്നാ കാണുന്നേന്നോ? നീ ഒരു ദിവസം ഫിക്സ് ചെയ്യ്, നമുക്ക് കാണാം. കൊറേ നേരമായി നിന്നെ കണ്ട പൂവാലന്മാരോട് ചൊല്ലാൻ തുടങ്ങിട്ട്. എന്നിട്ട് ഇവിടെ അർജുന ഇവിടെ വേണം. ഈ കുന്തം മേടിച്ചോണ്ട് പോയി കളഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു പണിയും ചെയ്യത്തില്ല. അടുക്കളയിൽ എത്ര നേരമായി ഞാൻ വിളിക്കുന്നെന്ന് അറിയാമോ? മേടിച്ചോണ്ടേക്കല്ലടാ. അമ്മക്കേ ന്യൂ ജനറേഷന്റെ മനസ്സറിയാൻ വരാഞ്ഞിട്ടാ. ഒരു ന്യൂ ജനറേഷൻ ഞാൻ കേട്ടു. കുറെ നേരമായിട്ട് കുറെ പൂവാലന്മാര് വിളിക്കുന്നത്. പിന്നെ എല്ലാരും മാമന്റെ മക്കളാ. അങ്ങടി
നിനക്ക് എല്ലാരും മാമന്റെ മക്കളാ. തിന്നാൻ നേരത്ത് നീ അങ്ങോട്ട് പോയി, ഞാൻ കാണിച്ചു തരാം. ഓ അല്ലെങ്കിൽ ആര് വരുന്നത് തിന്നാൻ അങ്ങോട്ട്? എനിക്ക് ആഹാരമൊന്നും വേണ്ട, എനിക്ക് 3G മതി. ഞാൻ ഈ 3G പാട്ടിട്ട് കേൾക്കാൻ പോവാ. 오빤 강남스타일 강남스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자 너무 선호해 낮에는 너만큼 따사로운 그 선호해 커피 식기도 전에 원샷 때는 선호해 밤이 오면 심장이 터져버리는 선호해 그런 선호해 아름다워 사랑스러워 그래 너 ചെയ്തെടുത്തടി. എന്തുവാടി ഇത്? കുറെ നേരം അതിനോട് എന്താടി? എന്താടാ നീ വായി നോക്കിട്ടിരിക്കുന്നത്? ഓടാപ്പുറത്തെ. എന്തൊരു അഹങ്കാരമായി പിള്ളേർക്ക്. കട്ടിൽ പാടി കടി നിന്നെ. അടുക്കള കണ്ടു വന്നു ജോലി നോക്കടി. പടി അങ്ങോട്ട്. പോ പിള്ളേരെ. വേണ്ട. 지금부터 갈 때까지 가볼까 오빤 강남스타일 강남스타일 오빤 강남스타일 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 മോഹനവല്ലി. മോഹനവല്ലി ഇവിടെ വരാനാ പറഞ്ഞത്. മോഹനവല്ലി. ഞാൻ പോയി. 여자 감각적인 여자 나는 선호해 점잖아 보이지만 놀 땐 노는 선호해 때가 되면 완전 미쳐버리는 선호해 근육보다 사상이 울퉁불퉁한 선호해 അമ്മേ, ആ എന്താ മല്ലിയേ? എന്റെ അമ്മേ, എന്നാലും ഈ അർജുനേട്ടനുണ്ടല്ലോ, ആ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് പറ്റി? ആ കവിതാരചന മത്സരത്തിലേ ആ 1ാം സമ്മാനം ആർക്കാന്നാ പറഞ്ഞേ? അർജുനെ. ആ ഉവ്വ, എന്താ? ഏതോ ഒരു ഭുവനചന്ദ്രൻ അത് അടിച്ചേക്കുന്നേ. അയ്യോ നേരാന്നോടി. ആര് പറഞ്ഞു എന്നോട് ഇത്? ആ ലോക്കൽ ചാനലിൽ ഞാൻ ഇപ്പൊ ന്യൂസ് കേട്ടിട്ട് വരുവാ എന്റെ അമ്മേ. ഇപ്പൊ ന്യൂസിൽ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് തെറ്റിയതാ. അല്ല അല്ല അല്ല, അപ്പൊ 3G ഫോൺ എവിടുന്ന് വന്നു? അതാ ആ ശരിയാ. ഫോൺ എവിടെ നിന്ന് വന്നു? അപ്പൊ നീ പറഞ്ഞത് സത്യമാണേ. സത്യമാമ്മേ. ഭുവനേശ്വരനാണല്ലോ കിട്ടിയത്. ഭുവനചന്ദ്രൻ ഭുവനചന്ദ്രൻ ഇവനല്ല. അല്ല, തീർത്താ പറ. തീർത്ത ഇപ്പൊ ന്യൂസിൽ ഞാൻ കേട്ടിട്ട് വരുവാ. എടാ കള്ള കവി. ഇവിടെ പോ. അർജുനേട്ടാ മടുത്തു, എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് തരുമോ? നിനക്ക് ഞാൻ ഇപ്പൊ ജ്യൂസ് തരാവടി. ഞാൻ തരാവടി നിനക്ക് ജ്യൂസ്. നീ പറയുന്നേ എടാ ആർക്കാടാ കവിതയ്ക്ക് സമ്മാനം കിട്ടിയത്? അത് നമ്മുടെ ഭുവനേന്ദ്രൻ. ഭുവനേന്ദ്രൻ. അയ്യോ, അത് എനിക്ക്. എനിക്ക് ഒറ്റ വീക്കൊച്ചാണല്ലോ നോണ പറഞ്ഞാല്. നീടാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞത്? എന്നാലും എന്റെ അർജുനേട്ടാ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? ഞാനുണ്ടല്ലോ ഇനി മേല നിങ്ങളുടെ ഒരൊറ്റ കവിത വായിക്കത്തില്ല. പോട്ട കവി. കൊച്ചിന്റെ വീട്ടിൽ ചെന്ന് പോയെ പോയെ കാര്യം പറഞ്ഞില്ലേ? ഇനി എന്തോ എന്തോന്നുണ്ടെങ്കിൽ അതെ, അപ്പൊ ഇത് സമ്മാനം കിട്ടിയ ഇതല്ലേ, ഫോണല്ലേ ഇത്? 3G അല്ലേ? ആണടാ അല്ലേ? ഒറ്റ പറയടാ. സത്യം ഞാൻ പറയാം. ആ, പറ. ഫോൺ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മമ്മി ആത്മഹത്യ ചെയ്യുന്നു. ഡാഡിയെ ഫോൺ വിളിച്ചു പറഞ്ഞു. മമ്മിക്ക് ഫോൺ മേടിച്ചു കൊടുത്താൽ അച്ഛമ്മ വഴക്ക് പറയുന്ന കാരണം സമ്മാനം കിട്ടിയതാണെന്ന് തട്ടിവിട്ടു. അതല്ലേ അങ്ങനെ ഡാഡി വരട്ടെ. സത്യം. അല്ല, അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോ പിന്നെ ഞാനെന്തോ ചെയ്യും? ആഹാ. അവള് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ നീ എന്തോ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുവോ? അവള് പറയുന്നു ഇപ്പം അവക്ക് രണ്ടാമതൊന്ന് കെട്ടണമെന്ന്. അവള് കെട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. നീ കെട്ടിക്കോ? മോട്ടിച്ച് നിന്നേനുണ്ടല്ലോ എനിക്ക് കഴുത ഈ കൊച്ചണ്ണ എനിക്ക് കാണുക വേണ്ട. മാറി വെച്ചേ ഞാനൊന്ന് പോട്ടെ. എനിക്ക് വയ്യ. എനിക്ക് താങ്ക്സ്. എന്നാ കറി വെച്ചിരിക്കുന്നേ? എന്താ മിണ്ടാതിരിക്കുന്നേന്ന്? കാര്യം പറ. എന്നെ ഇതൊന്നും തൊടാൻ പോലും സമ്മതിച്ചില്ലല്ലോ ഇതുവരെ. എനിക്ക് ആഗ്രഹമില്ല എന്റെ മോൻ കൊണ്ട് തന്ന ഒരു സാധനത്തെ എനിക്കൊന്നും തൊടണമെന്ന്. അതാണോ കാര്യം?
ഇങ്ങോട്ട് നോക്കിയേ. ഹൈ, തൊടണോ? തൊട്ടോ? തൊട്ടില്ലേ? എന്റെ കയ്യിലൊന്നും തരുവോ? കയ്യില് തരണോ? അതിനാണോ? ദാ. ഇതിൽ എങ്ങനെ കൂട്ടാൻ വെക്കുന്നേ? സ്റ്റൗവിന്റെ പുറത്ത് വെക്കണോ? കൂട്ടാൻ ഇതിൽ വെക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. അമ്മയ്ക്ക് ഇപ്പൊ ഉണ്ടാക്കണം. ഉണ്ടാക്കണം. എനിക്ക് ആ നമ്മൾ അന്ന് കഴിച്ച എന്റെ പേരെന്തുവാ? ചില്ലി ചിക്കൻ. ആദ്യം ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തു. വറുത്ത് കോരി മാറ്റിയിട്ട് നമുക്ക് ഉള്ളിയും സവാളയും ക്യാപ്സിക്കും ഗ്രീൻ ചില്ലിയും കൂടെ വറക്കണം. നോക്കട്ടെ, ഞാൻ ഇതിലൊന്ന് നോക്കട്ടെ എങ്ങനെയാ വറക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഇത് വറക്കുന്നില്ലല്ലോ. എഴുത്ത് മാത്രമേ ഉള്ളൂ. വറുത്തെടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഇത് ഈ മൈദാമാവൊക്കെ അടുപ്പത്തൊന്ന് വെക്കാൻ നോക്കട്ടെ. പിന്നെ ഇത് നോക്കിക്കൊണ്ട് വെക്കാം. നോക്കിക്കൊണ്ടോ? അപ്പൊ മൈദയും പിന്നെന്തുവാ? മുട്ടയുടെ വെള്ള, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചൂടുവെള്ളം, ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ചിക്കനും അതിന്റെ കൂടെ ഇട്ട് അങ്ങനെ നീ ചോദിക്കണ്ടടി. അയ്യടി അങ്ങനെ നീ ചോദിക്കണ്ട. എന്ത് കാര്യമുള്ള സാധനമാണെന്ന് നിനക്ക് അറിയാതെ എന്തിനാ എന്റെ മോനെ കൊണ്ട് കടം മേടിപ്പിച്ച് ഇത് നീ മേടിക്കേണ്ട കാര്യം എന്തുവായിരുന്നു? എന്താ അവന് എത്ര കോന്തനായാലും അവൻ എന്റെ മോൻ തന്നെയാണ്. അങ്ങനെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഒക്കത്തില്ല. ഇതിന്റെ കൂടെ കിടന്ന് വേവട്ടെ, നല്ലോണം വെന്തു ആശാവട്ടെ, വേവട്ടെ. അവിടെ കിടന്ന് വേവട്ടെ. അവിടെ കിടക്കും.